എനിക്കും കേൾക്കുന്നുണ്ടോ? ഒട്ടും കേൾക്കാൻ അല്ലെങ്കിൽ ഇത് ഓരമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഈ മഴത്തിരിപ്പിലായപ്പോൾ നല്ല രസമാണ്. നമ്മൾ നിൽക്കുന്ന ഒരു ചലഞ്ചുമായിട്ടാണ്. പക്ഷെ എന്താ പറയാ, മഴ സമയത്ത് ഇവിടെ വെച്ച് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. കണ്ടല്ലോ, മഴ കൂടി ചെടികളൊക്കെ ഉണ്ട്, ഊഞ്ഞാലാടാൻ, എന്താ മഴ കണ്ടോത്തിരിക്കാനും നല്ല രസമാണ്. രാത്രി സമയം ഇപ്പൊ ടൈം എന്ന് പറഞ്ഞാൽ 7:30 സമയമാണ്. ഇപ്പോഴത്തെ മഴ കണ്ടല്ലോ. അപ്പൊ നമുക്കില്ല അതൊക്കെ പോയിട്ട് നമ്മുടെ അപ്പോൾ നമുക്ക് അതൊക്കെ പോയിട്ട് അപ്പോൾ പുറത്തുള്ള മഴയൊക്കെ കണ്ടല്ലോ. അവിടെ വെച്ച് നമുക്ക് എന്തായാലും ഒന്നും പറയാൻ പറ്റത്തില്ല. സൗണ്ട് ഒട്ടും തന്നെ ക്ലിയർ അല്ല. ഇന്ന് ഞങ്ങളൊരു ചലഞ്ചുമായിട്ടാണ് എത്തിയെന്ന് പറഞ്ഞില്ലേ. ഇന്നത്തെ ചലഞ്ച് എന്തെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സ്കൂളിൽ പോകണ്ട, ആർക്കും തന്നെ സ്കൂളിൽ പോകണ്ട, പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, വെയിറ്റ് ചെയ്യൂ. അപ്പോൾ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്താം. ഒരു കുറച്ച് സമയം, ഒരു 1 hour അല്ലെങ്കിൽ 2 hour, അത്രയും സമയമെങ്കിലും അവർക്ക് വേണ്ടി അതിൻ്റെ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ സമയം അതനുസരിച്ച് മാറ്റി നിർത്തിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് ഇന്നത്തെ എൻ്റെ ഒരു ചാലഞ്ച്. ഞാനിപ്പോൾ പൊന്നുവിനായിട്ട് ഒരു 28 ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. ഇത് നോർമലി 1st മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഒരു GK ക്വസ്റ്റ്യൻസ് ആണ്. ഫുൾ ടൈം യൂട്യൂബും TV ആണല്ലോ കാണുന്നത്, അല്ലെങ്കിൽ മൊബൈൽ. അപ്പോൾ ഇതിൽ എത്ര ക്വസ്റ്റ്യൻസ് പൊന്നൂര് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങളും നോക്കുക, സാധാരണ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് എത്ര നോളജ് ഉണ്ട്, എത്രത്തോളം അറിവുണ്ട്, ഇതിൽ നമ്മളും ഉൾപ്പെടും. കാരണം ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്കും അറിയണമെന്നില്ല. അപ്പോൾ നമുക്കും പഠിക്കാൻ പറ്റും ഇല്ലേ. ഇവിടെ യൂട്യൂബ് TV എന്ന് കാണുന്നവർക്ക് മാറ്റി നിർത്തിയിട്ട് നമുക്കൊരു നോളജ് കിട്ടുന്ന ഒരു ചലഞ്ചാണ്. ഞാനിന്നത് പേപ്പറിലായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ആൻസറും ഉണ്ട്. ഇതിൽ കുറേയൊന്നും എനിക്കറിയില്ല, എന്നാലും നോക്കാം. പൊന്നു എന്നോട് ചോദിക്കട്ടെ, അതിലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് പൊന്നിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചോദിച്ചോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ചാലഞ്ച് എന്താണെന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഞാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി അവേഴ്സ് ഡു വി ഹാവ് ഇൻ എ ഡേ? 24 hours. ഓക്കെ, ഒരു ദിവസം 24 hours. അത് കറക്റ്റ് ആണ്. അടുത്തൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. വിച്ച് അനിമൽ ഈസ് കാൾഡ് ദ കിങ് ഓഫ് ദി ജംഗിൾ? എല്ലാം ഈസി. ലയൺ. ഓക്കെ, കിങ് എന്ന് പറയുന്നത് ലയൺ ആണ്. വിച്ച് ആർ ദി കളേഴ്സ് ഓഫ് എ റെയിൻബോ? Red, orange, green, blue, yellow, indigo and violet. Okay, done. അത് കറക്റ്റ് ആണ്. അടുത്ത് which month of the year has the least number of days? February. ശരി, done. അതും കറക്റ്റ് ആണ്. which is the largest planet in our solar system? Jupiter. Okay, അതുവരെ കറക്റ്റ് ആണ്. ഇത്രയും ഈസി ക്വസ്റ്റ്യൻ ആണ്, അതുവരെ കറക്റ്റ് ആണ്. അപ്പോൾ ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് കുഴപ്പമില്ല. അടുത്ത ക്വസ്റ്റ്യൻസ് തുടങ്ങട്ടെ. കുറച്ച് ഇന്നലെ ഈസിയാണ്. which color symbolized peace? White. What are the vowels of the English alphabet? A-E-I-O-U. എനിക്ക് ചുമ്മാല പറയാൻ കാരണം 3rd സ്റ്റാൻഡേർഡിൽ പഠിച്ച കുറേ ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. അതുകൊണ്ടാണ് ഇത്ര ഈസി ആയിട്ട് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻസും ഞാൻ കൊടുത്തിട്ടില്ല, നോക്കാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ എഴുതി വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് കുറേ അറിയാം, പൊന്നിന് അറിയത്തില്ല. What is the capital of India? New Delhi. How many continents are there in the world? 7 continents. 7 continents. Which is the largest planet in our solar system? Jupiter. Okay, അതുവരെ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ സയൻസ് പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. What type of gas do plant? Carbon dioxide. Okay. The sun sets in the West. Which is the largest mammal? Blue whale. Blue whale. Who was the first Prime Minister of India? First Prime Minister of India. Pandit Jawaharlal Nehru. Okay. Which planet is known as the roof of the world?
Tibet. Okay. Name of the world ocean. Arctic Ocean, Atlantic Ocean, Indian Ocean, Southern Ocean, Pacific Ocean. Pacific Ocean. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ ക്വസ്റ്റ്യൻസിൽ ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിൽ പറയാത്ത ക്വസ്റ്റ്യൻസ് വേണ്ട. വേണം. പറയാത്ത ക്വസ്റ്റ്യൻസ് 5 times ഇമ്പോസിഷൻ ഉണ്ട്. ഇത് ഫസ്റ്റ് സീരീസ് ഫസ്റ്റ് ചലഞ്ചാണ് നമ്മുടെ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ചലഞ്ചുമായിട്ട് എത്തുമ്പോൾ ഈ ഒരു ഇമ്പോസിഷൻ പൊന്നു എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്കറിയാം. എന്നും കാണും കേട്ടോ ഈ ഓരോ ചലഞ്ചസ് ആയിരുന്നു നമ്മുടെ ചലഞ്ചസ്. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും സ്കൂൾ ഓപ്പണിംഗ് ഒന്നുമില്ല, ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് നമുക്ക് ഗ്യാപ്പ് ഇട്ട് ഓരോ ദിവസം ഓരോ ചലഞ്ചസ് ആണ്. ഇതേ രീതിയിൽ എങ്ങനെ നമുക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടി നോളജ് നാളെ ഇനിയിപ്പോ ഒരു ചാലഞ്ചും കൂടി കാണുമായിരിക്കും. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇതൊന്ന് നോക്കട്ടെ. അപ്പോൾ അടുത്തതായിട്ട് നെയിം ദി ന്യൂ 7 wonders ഓഫ് ദി വേൾഡ്. അറിയാന്നുള്ള പറഞ്ഞു, കാരണം അത് അറിയാൻ സാധ്യത കുറവാണ്. താജ്മഹൽ, താജ്മഹൽ ഓക്കെ, അതറിയാവുന്നതാണ്. ചിച്ചൻ ചിച്ചൻ ഇറ്റ്സ. ഇറ്റ്സ എന്ന് പറയും. അടുത്ത് വേറെ ഏതറിയാം? സ്റ്റാച്യു ഇൻ അതറിയില്ല, ഞാൻ പറയാം. ക്രൈസ്റ്റ് റിമൈൻഡർ, സ്റ്റാച്യു ഇൻ ബ്രസീൽ. അപ്പോൾ സ്റ്റാച്യു ഇൻ ബ്രസീൽ. പിന്നെ വരുന്നത് ഓക്കെ, അത് പലതരം സ്റ്റാച്യു ഉണ്ട്, എന്നാൽ സ്റ്റാച്യു ഇൻ ബ്രസീൽ നിങ്ങൾ പറയണ്ടേ. അടുത്ത മാച്ചു പിച്ചു ഇൻ പെറു, പെട്ര, ദ റോമൻ കൊളോസിയം. അത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. പിന്നെ പൊന്നു ഒരെണ്ണം പറഞ്ഞു താജ്മഹൽ. ഓക്കെ, താജ്മഹൽ പറഞ്ഞു. ശരി, അത് കറക്റ്റായിട്ട് വന്നില്ല, എന്നാലും പോലും അത്രയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? വിച്ച് ഈസ് ദി ലാർജസ്റ്റ് മാമൽ? ബ്ലൂ വെയിൽ. എന്താ കോൺഫിഡൻസ് ആയിട്ട് പറയാം, അറിയാവുന്ന ക്വസ്റ്റ്യൻസ്. ദ സൺ സെറ്റ്സ് ഇൻ ദി വെസ്റ്റ്. അപ്പോൾ ഇതില് 7 wonders എന്ന് പറയുന്ന കാര്യം എനിക്കുണ്ടാവില്ല, മാത്രമേ എനിക്ക് അറിയാം. അമ്മയും വായിച്ചിട്ടാണ് പറയുന്നത്. ഞാനത് വായിച്ചിട്ടാ പറയുന്നത്. അമ്മയടുത്ത് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എനിക്ക് അറിയില്ല. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഏതാണ്? എനിക്കും വായിക്കാൻ അറിഞ്ഞൂടോ കേട്ടോ. ഇത് കുറച്ച് അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ദി സ്മോളസ്റ്റ് കോണ്ടിനെന്റ്? നമ്മൾ കാംഗുരുവിനെ ഓർക്കാൻ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. ഓക്കെ, ക്ലൂ അല്ലെങ്കിൽ പറയത്തില്ല. അടുത്തതായിട്ട് ശരി പറഞ്ഞു. വിച്ച് ഈസ് ദി ടോളസ്റ്റ് മൗണ്ടൻ ഇൻ ദി വേൾഡ്? മൗണ്ട് എവറസ്റ്റ്. Which is the densest jungle in the world? The Amazon rainforest. Okay, അതും correct ആണ്. ഇത് പൊന്നിന് അറിയാൻ ഡൗട്ടാണ്. സയൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Who came up with the theory of relativity? ആപ്പിൾ തല വീണതേക്ക് അറിയാമോ? അറിയില്ല. അപ്പോൾ ഇത് അറിയാൻ സാധ്യതയില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ. അങ്ങനത്തെ കഥ സയൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. Who founded Microsoft എന്ന് ചോദിച്ചാൽ ഫുൾ ടൈം പറയേ ഫുൾ ഗേറ്റ്സ്. പൗൾ അലനും കൂടെ പറയുന്നുണ്ട്, എന്നാലും ബിൽ ഗേറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ അറിയാൻ സാധ്യത കുറവായിരിക്കും, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. വിച്ച് ഈസ് ദി വേൾഡ് ലാർജസ്റ്റ് പ്ലാറ്റ്യൂ? കണ്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയായിരിക്കും. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പ്ലാറ്റ്യൂ? വേൾഡ് ലാർജസ്റ്റ് പ്ലാറ്റ്യൂ എന്ന് ചോദിച്ചാൽ ടിബറ്റൻ പ്ലാറ്റ്യൂ. ഓക്കെ, എനിക്കറിയില്ല, മറന്നുപോയി, അറിയാമായിരുന്നു, മറന്നുപോയി. അടുത്തതായിട്ട് ഹൗ മെനി millimeters are there in a centimeter? 10 millimeter. Which bird lays the largest eggs? Which planet is known as the red planet? Mars. Which is the hardest substance available on Earth? Diamond. Diamond. Okay. പുറത്ത് നല്ല മഴയായിട്ടോ, ഒന്നും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റാതെ, അതുകൊണ്ടാണ്. ഞാൻ എന്റെ റൂമിലാണ് കേട്ടോ. എന്റെ പടമൊക്കെ വേണം. ഇരിക്കുക, അതിനിടയിൽ എന്തെങ്കിലും പറയണമല്ലോ. വിച്ച് ഈസ് ദി മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഇൻ ദി വേൾഡ്? ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ചൈനീസ്. എന്താ അറിയാമോ? ചൈനീസ് ലാംഗ്വേജ് മാൻഡറിൻ ചൈനീസ് എന്ന് പറയുന്നത്. ചൈനീസ് എന്ന് പറയുന്ന ലാംഗ്വേജ്. ചൈനീസ് പറഞ്ഞല്ലോ, അത് ഞാനാ പറയേണ്ടത്. അതുകൊണ്ട് വാട്ട് നെയിം ഈസ് ഗിവൺ ഫോർ എ ഷേപ്പ് വിത്ത് 10 sides? 10 sides വരുന്ന മാക്സിമം നമ്മൾ പറയും. ഒത്തിരി പേർക്ക് അറിയാമോ സൈസ് എന്താ പറയുക, ഷേപ്സ് ഏതൊക്കെയാണെന്ന്? നമുക്ക് കൂടുതൽ പേർക്ക് അറിഞ്ഞതാണ്. എത്രയൊക്കെ ഷേപ്സ് ഉണ്ട്, അതിന്റെ പേരെന്താണ്? ആർക്കൊക്കെ അറിയാം? കമന്റ് ചെയ്യണം.
What lanes is given for the shape with 10 sides? 10 sides വരുന്ന shapes ഏതൊക്കെയായിരിക്കും വരുന്നത്? 10 sides. 10 സൈഡ് വരുന്നത് ഡെക്കകൾ വരുന്നതാണ് 10 ഷേപ്പ് ഡെക്കകൾ. അത് പൊന്നിന് അറിയില്ലായിരുന്നു. അപ്പോൾ ഒന്ന് 3 ക്വസ്റ്റ്യൻസ് പൊന്നു കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല. മാൻഡറിൻ ചൈനീസ് ഞാൻ കൂട്ടിയിട്ടില്ല. അല്ലാതെ 3 ക്വസ്റ്റ്യൻ പൊന്നു പറഞ്ഞിട്ടില്ല. ഡെക്കകൾ പറഞ്ഞോ? ഇല്ലല്ലോ. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞോ? ഇല്ലല്ലോ. പിന്നെ 7 വണ്ടേഴ്സ് പറഞ്ഞോ? ഇല്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പൊന്നു പറഞ്ഞില്ല. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ചോദിച്ചോ? ഒത്തിരി ഇല്ല. 15 ടൈംസ് പൊന്നു ഇമ്പോസിഷൻ അത്രയും മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇമ്പോസിഷൻ 1.5. അപ്പോൾ ഈ ഒരു ഇമ്പോസിഷൻ നമുക്ക് നാളെ കാണാം. പൊന്നു എഴുതിയിട്ടുണ്ടോ ഇല്ലേന്ന്. ഇങ്ങനെ ഒരു ചലഞ്ചിലൂടെ പൊന്നു ഒരു ദിവസം അതിനകത്ത് ഇത്രയുമാണ് ഒരു ദിവസം നമ്മുടെ ചലഞ്ച്. എല്ലാ ദിവസവും എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എഴുതിയെടുത്തു എന്നിട്ട് എനിക്കും പക്ഷെ ഓർമ്മയിൽ കുറച്ചൊക്കെ ഉണ്ട്. ക്വസ്റ്റ്യൻസ് അല്ലേ PSC വേണ്ടി നമ്മൾ കുറച്ചൊക്കെ നോക്കുന്നുണ്ടാവും. അങ്ങോട്ട് നോക്കിയാൽ മതി. ഞാൻ നോക്കുന്നില്ല, ചോദിച്ചോളൂ. The sun sets in the dash. ഭയങ്കര ടഫാട്ടോ. സൺസെറ്റ്സ് അല്ലേ ടെസ്റ്റ്. നീക്ക് പാടൊക്കെ വരുന്നുണ്ട്. Which is the largest mammal? ബ്ലൂ വെയിൽ. അതും എനിക്കറിയാം. What type of gas do plants exert? കാർബൺ ഡൈ ഓക്സൈഡ്. Which place is known as the roof of the world? ടിബet. Who was the first Prime Minister of India? ചാച്ചാജി. ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് പറഞ്ഞില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ജി. Name the new 7 wonders of the world. താജ്മഹൽ. പെറു. ഉണ്ട്. വായിക്കാൻ അറിയില്ല. മാച്ചു പിച്ചു. സ്റ്റാച്യു ഇൻ ബ്രസീൽ. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. Great Wall of China. The Roman. സോറി, എന്നാലും ഞാൻ ഇത്രയും പറഞ്ഞല്ലോ അല്ലേ. റോമൻ കൊളോസിയം. സോറി, അതെനിക്കറിയില്ല. നല്ല ഹാൻഡ് റൈറ്റിംഗ് കാണിച്ചു കൊടുക്കാതെ. എന്റെ അല്ലാമത്. Name of the world's ocean Pacific. Pacific Ocean, Arctic Ocean, Atlantic Ocean, Indian Ocean and Southern Ocean. ഞാൻ പാസിഫ് എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞു. അങ്ങോട്ട് ചോദിച്ചിട്ടേ തിരിച്ച് ക്വസ്റ്റ്യൻ പറഞ്ഞില്ലെന്ന് വെച്ചാൽ How many hours do we have in a day? 24 hours. Which are the colors of a rainbow? ഞാൻ പറയാം. Vizior, violet. ഞാൻ PSC യിൽ പഠിച്ചത് അതേ രീതിയാട്ടോ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത്രയുമാണ് വരുന്നത്. ഞാൻ പഠിച്ച ഇതേ മെത്തേഡാണ് വിബ്ജിയോർ. അതുകൊണ്ടാണ് ഞാൻ ആ രീതി പറഞ്ഞത്. Which animal is called the king of the jungle? Lion. The lion. Sorry. Which is the largest planet in our solar system? Jupiter. അതെനിക്കറിയാം. Which month of the year has the least number of days? February. What are the values of the English alphabet? Vowels. Vowels. A, E, I, O, U. Which color? I, O, U എന്ന് പറയാൻ പറ്റില്ല. A, E, I, I, L, U എന്നും പറയാം. I love you. പറയാൻ പറ്റില്ല. ചുമ്മാ അറിയാട്ടോ. അപ്പൊ A എവിടെ? Sorry, ഞാൻ വെറുതെ പറഞ്ഞതാ. Which color? Civilized in peace. അതറിയില്ല. White. What is the capital of India? New Delhi. How many continents are there in the world? 7 continents. Which is the smallest continent?
Australia. Which is the denser jungle in world? ഞാൻ പറയാം. Densest jungle. Amazon. The Amazon rain. Amazon മറക്കത്തില്ല. നമ്മൾ ഡ്രസ്സിന് എപ്പോഴും ഡെലിവറി ടോയ്സ് എല്ലാവരും ആമസോൺ അല്ലോ. നമ്മൾ ആമസോൺ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊച്ചുകുട്ടികൾ നമ്മൾ മുതിർന്നതൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഓക്കെ അവിടെ ഇരിക്കട്ടെ. അത് കഴിയട്ടെ. അടുത്തായിട്ട് which is the tallest mountain in the world? Mount Everest. എല്ലാവർക്കും അറിയാലേ. Mount Everest അറിയാം. Which is the world's largest plateau? Largest plateau. ഞാൻ പറയാം. Tibet. Tibetan Plateau. അതെനിക്ക് Tibet എന്ന് പറഞ്ഞപ്പോഴാണ് മനസ്സിലായോ? അമ്മയും ചെയ്തോ? ഇതൊക്കെ തെറ്റുകാരനില്ല. അമ്മയും ചെയ്തു. ഞാൻ ടി വി കാണാറുണ്ടോ? ഞാൻ ടി വി കാണാറുണ്ട്. നാളെ എഴുതേണ്ടി വരും. ഞാൻ ടി വി കാണാറുണ്ട്. അമ്മയ്ക്ക് ഇത് ഒരു എന്താ പറയാ വാട്സപ്പിലല്ലേ മറ്റേത് എക്സാം ഒക്കെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചുമ്മാ എക്സാം PSC coaching. അടുത്ത് Who founded Microsoft? Bill Gates and Alan Paul. Alan Paul. Paul Allen. Sorry, Paul. ഇത് എന്താണ് കാര്യം ചെയ്യാം? എന്താണ് കാര്യം ചെയ്യാം? അമ്മേടെ പേരും കൂടി മാറിച്ചിട്. ബിൽ ഗേറ്റ്സ് മാത്രം എനിക്ക് പോൾ എന്ന് അറിയില്ലായിരുന്നു. അതിനിപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ ഞാനത് പഠിച്ചു. അതും എഴുതണം മമ്മിക്ക്. Paul Allen എന്ന് പറഞ്ഞു. ചോദിക്കുക. Who came up with the Theory of relativity? Albert Einstein. അറിയിക്കാം. How many millimeters are there in centimeters? 10 millimeter. Which planet is known as the red planet? Mars. Which bird lays the largest eggs? Ostrich. Which is the hardest Substance. on earth? Diamond. Diamond ആണ്. Diamond. Which is the most spoken language in the world? Mandarin Chinese. അത് ഞാൻ PSC അമ്മ സോറി ഇത് പറയാതെ. ഞാൻ പഠിച്ചിട്ടുള്ളതാണ്. What ഈസി ഞാൻ names? പഠിച്ചിട്ടുണ്ട്. What? അമ്മ എല്ലാം ബേസിൽ പഠിച്ചിട്ടുണ്ടോ? What names is given for shape with 10 sides? Decagon. കണ്ടല്ലോ, എനിക്കും കുറച്ചറിയാം കേട്ടോ. പൊന്നൂനത് ഞാൻ തിരിച്ച് ഞാനും ആൻസർ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കുറച്ചൊക്കെ അറിയാം. പൊന്നൂനും അറിയാം. അറിയില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ എന്റെ ബുക്ക് എടുത്തിട്ട് അപ്പൊ ഞാൻ ഫസ്റ്റ് അത് ചോദിച്ചിട്ട് ഞാൻ തിരിച്ച് എനിക്ക് ഞാൻ ഫസ്റ്റ് ഞാൻ പൊന്നൂനോട് ചോദിക്കും. ഇത് വേണ്ട, ചാലഞ്ച് ആണ് കേട്ടോ. ഇപ്പൊ വേണ്ട, അത് പിന്നെ അല്ലേ. ഇന്നത്തെ നമ്മുടെ ഈ ചലഞ്ച്, നാളെ നമുക്ക് വേറെ ചലഞ്ചുമായിട്ട് എത്താം. ഇന്നിപ്പോ ഒത്തിരി സമയം വേണ്ട, സമയമില്ല. നല്ല മഴയാ. അപ്പോ നാളെയാണ് ബേർഡീസ്. തുമ്പിയെ തുറന്നു വിട്ടിക്കുക. പിടിച്ചാൽ തുമ്പിനെ അവിടെ തുറന്നോട്ടേക്കാണ് കേട്ടോ. ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പിടിക്കാൻ വേണ്ടിട്ട് പോകുമ്പോ പിടിയല്ല. മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട്. മഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഓഡിയോയിൽ ചെറിയ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഓഡിയോയിൽ നല്ല പ്രശ്നമാണ്. അപ്പോൾ കാണും, മാക്സിമം കേൾക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. ടി വി എങ്ങനെ മാറ്റി നിർത്താമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ചലഞ്ചിൽ ഇറങ്ങിയത്. അതുകൊണ്ട് ഇത്രയും സമയം നമ്മൾ എന്തായാലും പഠിച്ചു. കുറച്ച് സമയം പഠിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം ബ്രേക്കാണ്, റെസ്റ്റാണ്. അപ്പോൾ ഇനി ഇമ്പോസിഷൻ എഴുതാൻ പോവാം. നാളത്തെ പുതിയ ചലഞ്ചിൽ വരുമ്പോൾ നമ്മൾ എഴുതിയ ഇമ്പോസിഷൻ നാളെ അല്ല, ഇന്നത്തെ കാര്യം ഇന്നത്തേക്ക്. അല്ല, എന്റെ ഹാൻഡ് റൈറ്റിംഗ് നോക്കണമെങ്കിൽ ഞാൻ എഴുതുന്നതും കൂടി കാണണം. അതല്ലേ പറ്റുള്ളൂ. അത് വേണ്ട. നാളെ എഴുതിയിട്ട് നോക്കൂ. നിങ്ങൾക്കറിയാം എത്ര സമയം കൊണ്ട് എഴുതിയത്. കാരണം ഒരാൾ ഹാൻഡ് റൈറ്റിംഗ് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ എത്ര ഭാഷ എങ്ങനെ എഴുതുക, എത്ര ബുദ്ധിമുട്ട് എഴുതിയെന്ന്. എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്രയ്ക്ക് ഗ്രേറ്റ് അല്ല കേട്ടോ. അല്ല, എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ ചലഞ്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് നാളെ നമ്മളൊരു പുതിയ ചലഞ്ച് ഞാനാണ് പറയുന്നത്. ഇത് എന്റെ വീഡിയോ. ഓക്കെ, ഇന്നത്തെ ചാലഞ്ച് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് ഇനി വീണ്ടും നാളെ വന്നിട്ട് നോക്കാം. അടുത്ത ചാലഞ്ചുമായിട്ട് നമ്മൾ നാളെ കാണാനായിരിക്കും. നാളത്തെ ചലഞ്ച് ഒരു സസ്പെൻസ് ചലഞ്ചാണ് കേട്ടോ. എന്താണെന്ന് നിങ്ങൾ കണ്ട് നോക്കി അപ്പോഴേ മനസ്സിലാവും. നമുക്കിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ചൊരു ഗെയിം രീതിയിലുള്ള ട്രിക്കാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ട്രിക്ക് എന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രിക്സ്. ഇതേ രീതിയിൽ ഇപ്പോൾ കണ്ടില്ലേ, ഈ ഒരു വീഡിയോയുടെ പേരിൽ ഇവിടെ ഇരുത്തിയപ്പോൾ പഠിച്ചത് കണ്ടോ, ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ പോലും വരാറില്ല. എല്ലാവരും ഇത് തന്നെയാണ്. വീഡിയോ എന്ന് പറഞ്ഞാൽ മതി, ഞാൻ വരും കേട്ടോ.
കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ ഓരോ ട്രിപ്പുമായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത നാളെ പുതിയ ചലഞ്ചുമായിട്ട് നമ്മൾ എത്തും. ഇന്നത്തെ GK ക്വസ്റ്റ്യൻ നമ്മൾ ഇത്രയും കണ്ടു. നാളെ എല്ലാം കൂടി സസ്പെൻസ് ആണ്, ഒരു ട്രിക്ക് ചാലഞ്ചാണ് എത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കുക, കമന്റ്സ് പറഞ്ഞേക്കാം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഫുൾ നിങ്ങൾ ഈ വീഡിയോ കാണണം. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് പറയുക, കണ്ട ഒരു കാഴ്ചയാണ്. ഇനി ഞാൻ പുറത്തോട്ട് പോയപ്പോൾ ഞാൻ കണ്ട ഒരു ചെറിയ കാഴ്ചയാണ്. നമ്മുടെ പൊതു സ്ഥലങ്ങളിൽ നമ്മൾ എന്തിനാണ് അത് വേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളത് കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവും. അപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് എന്തിനാ പുറത്തിറങ്ങി കുറച്ച് സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക, അല്ലാതെ അനാവശ്യമായിട്ട് ഞാൻ പുറത്തിറങ്ങാറില്ല. ഇത്രയും ദിവസമായിട്ട് നടന്നു പോകുന്ന വഴിയിലാണ്, എന്നാലും കുറച്ച് ദൂരമുണ്ട്. ആ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു നോക്കും. ഒരിക്കലും അതുപോലത്തെ കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പറഞ്ഞെന്തായാലും അത് കൂടുന്നില്ല, കാണുമ്പോൾ മനസ്സിലാവും. പൊതു സ്ഥലങ്ങളിൽ ദയവ് ചെയ്ത് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യരുത്. എന്താണെന്ന് വെച്ചാൽ വേസ്റ്റ് ഡംപ് ചെയ്യുന്നതാണ്. എന്ത് തരത്തിലുള്ള വേസ്റ്റ് എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. കാരണം എന്താ പറയുക, നമ്മൾ മൃഗങ്ങളെ ആയാലും മനുഷ്യരെ ആയാലും ബോഡീസ് മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്ന് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. അതുപോലൊരു നായയെ കൊണ്ട് പൊതു സ്ഥലത്ത് കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളത് കണ്ടു നോക്കും. അപ്പോൾ ഇതുപോലെ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ ഇനി നമുക്ക് ആ വീഡിയോയിൽ കണ്ടു നോക്കും. നമുക്ക് പുതിയ നല്ല വീഡിയോസുമായിട്ട് വീണ്ടും അതുവരെയ്ക്കും